തൃശൂർ. ബാബറി മസ്ജിദ് വിഷയത്തിൽ ശശി തരൂരിനോട് ചോദ്യമുന്നയിച്ച് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. വിഷയത്തിൽ ശശി തരൂരിന് ചാഞ്ചാട്ടമുണ്ടായോ എന്നും ലീഗ് ചോദ്യം. മുസ്ലിം ലീഗ് സംഘടിപ്പിച്ച പാണക്കാട് തങ്ങൾ അനുസ്മരണ സമ്മേളന വേദിയിൽ തരൂരിനെ ഇരുത്തിയായിരുന്നു പരാമർശം. ബാബറി മസ്ജിദ് വിഷയത്തിൽ ശശി തരൂർ ഉന്നയിച്ച പ്രസ്താവനയ്ക്കെതിരെയാണ് പൊതുവേദിയിൽ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ചോദ്യമുന്നയിച്ചത്. മുസ്ലിം ലീഗ് സംഘടിപ്പിച്ച പാണക്കാട് തങ്ങൾ അനുസ്മരണ സമ്മേളന വേദിയിൽ തരൂരിനെ ഇരുത്തിയായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ ചോദ്യം. ബാബറി പള്ളി മുസ്ലിം സഹോദരങ്ങൾക്ക് സന്തോഷത്തോടെ വിട്ടുകൊടുക്കാമായിരുന്നല്ലോ എന്ന തരൂരിന്റെ പ്രസംഗത്തിന്മേലാണ് ബിനോയ് വിശ്വം മറുപടി ആരാഞ്ഞത്. തരൂരിന് ചാഞ്ചാട്ടം ഉണ്ടായോ എന്നും ഗാന്ധിജിയെ ശശി തരൂർ മറന്നോ എന്നും വിമർശനമുയർത്തി. ശശി തരൂർ പറയുകയാണ്, അദ്ദേഹത്തിന്റെ സഹജമായ ശൈലി പറയുകയാണ്, ബഹുമാനപൂർവം ആ പള്ളി എടുത്തു മാറ്റി വേറെ സ്ഥലത്തേക്ക് വെക്കുന്ന കാര്യം മുസ്ലിം സഹോദരന്മാർക്ക് ചിന്തിക്കാമായിരുന്നില്ലേ എന്ന അർത്ഥത്തിൽ അദ്ദേഹം ചോദിച്ചു ഞാൻ കേട്ടതാണ്. എനിക്ക് ആ ചോദ്യം മനസ്സിലാകുന്നില്ല. ആ ചോദ്യത്തിനകത്ത് ചാഞ്ചാട്ടമുണ്ടോ? അതിനകത്ത് ഗാന്ധിജിയെ പറന്നുപോയോ ശശി തരൂർ? അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ചോദ്യത്തെ ഉത്തരം വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ രാഷ്ട്രീയം പറയുകയല്ലെങ്കിലും ഈ രാഷ്ട്രീയം പറഞ്ഞേ തീരൂ. തുടർന്ന് വേദിയിൽ പ്രസംഗിക്കാനെത്തിയ ശശി തരൂർ ഇന്ത്യ മുന്നണിയിലെ കോൺഗ്രസ് LDF ബന്ധത്തെക്കുറിച്ച് ഉൾപ്പെടെ സംസാരിച്ചു. പക്ഷേ ബിനോയ് വിശ്വം ഉന്നയിച്ച ചോദ്യത്തിന് മാത്രം മറുപടി നൽകിയില്ല. മറുപടി ലഭിക്കാത്തതിന്റെ അതൃപ്തി CPI സംസ്ഥാന സെക്രട്ടറിക്കും ഉണ്ടായിരുന്നു. എൻ്റെ പ്രതീക്ഷ അദ്ദേഹത്തിന് എന്തെങ്കിലും അതേപ്പറ്റി പറയാനുണ്ടെങ്കിൽ പറയുമെന്നായിരുന്നു. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശശി തരൂർ അതേപ്പറ്റി ഒരക്ഷരം പോലും പറഞ്ഞില്ല. മുസ്ലിം ലീഗ് സംഘടിപ്പിച്ച പൊതുപരിപാടിയിൽ ബിനോയ് വിശ്വത്തിനും ശശി തരൂരിനുമൊപ്പം ലീഗിന്റെ പ്രമുഖ നേതാക്കളും LDF കൺവീനർ EP ജയരാജൻ ഉൾപ്പെടെയുള്ളവരും ഉണ്ടായിരുന്നു. അതേ വേദിയിലാണ് രാമക്ഷേത്ര വിഷയത്തിൽ ക്ഷണം കിട്ടിയപ്പോൾ കോൺഗ്രസിന് ചാഞ്ചാട്ടം ഉണ്ടായതായും ആ ചാഞ്ചാട്ടമുള്ള UDF-ൽ നിൽക്കുമ്പോൾ ലീഗിനും ചാഞ്ചാട്ടമുണ്ടോ എന്നുമുള്ള ചോദ്യങ്ങൾ ബിനോയ് വിശ്വം ഉന്നയിച്ചത്. കേരള വിഷൻ